നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട തമിഴ്നാട്ടിൽ നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് പോളിംഗിന് അവശേഷിക്കുന്നത്. പ്രചരണങ്ങളെല്ലാം അവസാനിച്ചിരിക്കുന്നു. നിശബ്ദതയുടെ ദിവസമാണ്. എന്നാൽ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയ സ്ഥിതിവിശേഷങ്ങൾ എന്തൊക്കെയാണ്? അവിടുത്തെ പ്രബലമായ ഒരു സമൂഹമായ ക്രൈസ്തവ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു? ഈ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത്. പരമ്പരാഗതമായി DMKയോടൊപ്പം നിൽക്കുന്ന ഒരു മനോഭാവമായിരുന്നു തമിഴ്നാട്ടിലെ ക്രൈസ്തവർക്കുണ്ടായിരുന്നത്. കോൺഗ്രസ് അനുഭാവികളാണ്. അപ്പോൾ തന്നെ DMK മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഒരു 6 മാസം മുൻപ് വരെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് DMK MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി വീണ്ടും അതിശക്തമായി അധികാരത്തിൽ വരുമെന്നായിരുന്നു. ഇപ്പോഴും ആ ധാരണ പൊതുവിലുണ്ട്. എങ്കിലും മുൻപത്തേക്കാൾ കടുപ്പമായ അവസ്ഥയിലേക്ക് ഈ പ്രചരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ തമിഴ്നാട് എത്തിച്ചേർന്നെങ്കിൽ അതിന് പ്രധാനമായി കാരണമായി മാറിയത് വിജയ് എന്ന് പറയുന്ന തമിഴ് സിനിമയിലെ സൂപ്പർ സ്റ്റാറിന്റെ രാഷ്ട്രീയ പ്രവേശനമാണ്. TVK എന്ന് പറയുന്ന തമിഴ് വെട്രി കഴകം എന്ന പേരിലുള്ള ഒരു പാർട്ടിയുമായി കഴിഞ്ഞ ചില നാളുകളായി വിജയ് വലിയ തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം ജനങ്ങളെ ആകർഷിക്കുന്നു, പ്രത്യേകിച്ച് യുവജനങ്ങളെ ആകർഷിക്കുന്ന ഈ സിനിമാ നടൻ. തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ. സിനിമാ രംഗത്ത് നിന്ന് വരുന്നവർക്ക് വലിയ സ്വീകരണമാണ് തമിഴ്നാട് കൊടുത്തിട്ടുള്ളത്. ജയലളിത ഉൾപ്പെടെ കരുണാനിധി ഉൾപ്പെടെ നമുക്കറിയാവുന്ന തമിഴ് നേതാക്കളിൽ പലരും സിനിമാ രംഗത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ പോലും സിനിമയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് വന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഒരു സിനിമാ നടൻ, പ്രത്യേകിച്ച് ഒരു സൂപ്പർ സ്റ്റാർ, രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അയാൾ വാരിയെടുക്കുന്ന വോട്ട് അത് ആരുടേതായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യമായി മാറുന്നത്. ഇവിടെ എന്താ ക്രൈസ്തവർക്ക് സ്ഥാനം എന്ന് ചോദിച്ചാൽ, ഈ വിജയ് എന്ന് പറയുന്ന ആളുടെ ഐഡന്റിറ്റി ഒരു ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റിയാണ്. അയാൾ ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തൻ്റെ നോമിനേഷൻ പേപ്പറിൽ ജോസഫ് വിജയ് എന്ന തൻ്റെ പൂർണ്ണ പേര് അയാൾ വെളിപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിലേക്ക് വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പേര് അതുപോലെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഇത്ര ശക്തമായി വെളിപ്പെടുത്തിയത്? അതിന് കാരണം എന്താണ്? തമിഴ്നാട്ടിലെ അതിശക്തമായ ഒരു വോട്ട് ബാങ്കാണ് ക്രൈസ്തവ സമൂഹം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആ സമൂഹത്തിൽ നിന്ന് ലഭിക്കാവുന്നത്രയും വോട്ട് ശേഖരിക്കുവാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് വിജയ് തൻ്റെ റിലീജിയസ് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിജയ് അങ്ങനെ ക്രൈസ്തവ വോട്ടുകൾ സമാഹരിച്ചാൽ അത് DMKയുടെ അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇനിയും തമിഴ്നാട്ടിലെ ക്രൈസ്തവരുടെ എണ്ണം എത്രയാണ്, പേഴ്സൻറ്റേജ് എത്രയാണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. 2011 കണക്കുകളെ അടിസ്ഥാനമാക്കി, അന്നത്തെ സെൻസസിനെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ കണക്കുകളും രൂപപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് 6.2% ആളുകളാണ് ക്രൈസ്തവരായിട്ട് തമിഴ്നാട്ടിലുള്ളത്. എന്നാൽ ഈ കണക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ കണക്ക് 2011 കണക്കാണ്. കഴിഞ്ഞ 15 വർഷം കൊണ്ട് ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരിക്കുന്ന അഭൂതപൂർവമായ ഒരു കുതിച്ചുചാട്ടത്തെക്കുറിച്ച്, അംഗസംഖ്യയിലുണ്ടായ വർധനവിനെക്കുറിച്ച് ഈ കണക്കിലെങ്ങും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ കഴിഞ്ഞ 15 വർഷം കൊണ്ട് ക്രൈസ്തവ സമൂഹം എത്രത്തോളം വളർച്ച പ്രാപിച്ചു? ഏറ്റവും ലളിതമായ കണക്കുകൾ അനുസരിച്ച് തന്നെ 3 ഇരട്ടിയിലധികം വർധനവ് തമിഴ്നാട്ടിൽ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പെന്തക്കോസ്ത് സഭകൾക്ക് ഈ കാലഘട്ടത്തിൽ ഉണ്ടായ വളർച്ച, വലിയ മെഗാ ചർച്ചുകൾ തമിഴ്നാട്ടിലെ എല്ലാ സിറ്റികളിലും തന്നെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അവരുടെ ഹിന്ദു ഐഡന്റിറ്റി പേരൊന്നും അവർ മാറ്റിയിട്ടില്ലെങ്കിലും അവർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസായി നിലനിൽക്കുന്നു. ആ ഒരു വലിയ സമൂഹം തമിഴ്നാട്ടിൽ ക്രൈസ്തവരായിട്ട്, പതിവായി പള്ളിയിൽ പോകുന്നവരായിട്ട്, ആരാധന, അവരുടെ വിശ്വാസം, അവരുടെ മതം ഒക്കെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമായി മാറിയ ധാരാളം ആളുകൾ തമിഴ്നാട്ടിലുണ്ട്. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകൾ തമിഴ്നാട്ടിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അവരവരുടെ പേരുകൾ മാറ്റി കാണത്തില്ല. അവരുടെ ഹിന്ദു ഐഡന്റിറ്റിയിൽ തന്നെ ആയിരിക്കും ഇപ്പോഴും അവർ നിൽക്കുന്നത്. ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്ന പേരിൽ അവരെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല.
അങ്ങനെയുള്ള വലിയൊരു സമൂഹം തമിഴ്നാട്ടിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6.2 എന്നുള്ളതിൽ നിന്ന് 18-20% തമിഴ്നാട്ടിലെ ക്രൈസ്തവരുടെ അംഗസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കണക്കാക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിജയ് തൻ്റെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാകും. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ വോട്ട് ഇപ്രാവശ്യത്തെ തമിഴ്നാട് ഇലക്ഷനിൽ ഏറ്റവും നിർണായകമാണ് എന്ന് പറയേണ്ടി വരുന്നത്. തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ല ഏകദേശം 50% ക്രൈസ്തവരുള്ള മേഖലയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 46.85% ക്രൈസ്തവരുടെ എണ്ണം. എന്നാൽ ഞാൻ ഈ പറഞ്ഞ 15 വർഷത്തെ കണക്കുകൂടെ കണക്കാക്കുമ്പോൾ അത് 50, 60, 70% പോയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ തൂത്തുക്കുടി, തിരുനെൽവേലി, തിരുച്ചിറപ്പള്ളി, ചെന്നൈ ഈ മേഖലകളിലെല്ലാം ശക്തമായ ക്രൈസ്തവ സാന്നിധ്യമുണ്ട്. ഈ മേഖലകളിലെ എല്ലാം നിയമസഭാ മണ്ഡലങ്ങളിൽ വിധി നിർണായകമായി മാറുവാൻ പോകുന്നത് ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ടാണെന്നുള്ളതിനും യാതൊരു സംശയവുമില്ല. ഇനി വിജയ് മത്സരിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് 2 മണ്ഡലങ്ങളാണ്. ഒന്ന് തിരുച്ചിറപ്പള്ളിയാണ്, 2 ചെന്നൈയിലെ പെരുമ്പൂരാണ്. ഈ 2 മണ്ഡലങ്ങളും ക്രൈസ്തവ സാന്നിധ്യം ശക്തമായിട്ടുള്ള മണ്ഡലങ്ങളാണ്. അതിൽ ഈ തിരുച്ചിറപ്പള്ളി തന്നെ എടുത്താൽ 35% ഔദ്യോഗിക കണക്കുകളിൽ തന്നെ ക്രൈസ്തവരാണ്. അത് ഏകദേശം 50%-അടുത്തേക്ക് അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് തന്നെ ക്രൈസ്തവർ അവിടെ ഉണ്ട് എന്ന് കണക്കാക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴാണ് വിജയുടെ സാന്നിധ്യം ഈ മേഖലയിൽ എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ വിജയുടെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ആകർഷിക്കുന്ന ജനക്കൂട്ടത്തെ കണ്ട്, യുവജനങ്ങളെ കണ്ട് കാര്യങ്ങൾ കുറച്ച് ബോധ്യപ്പെട്ട മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ചെന്നൈയിലെ വീട്ടിൽ തന്നെ ക്രൈസ്തവ നേതാക്കളെ വിളിച്ചുകൂട്ടിയതാണോ ക്രൈസ്തവ നേതാക്കൾ അങ്ങോട്ട് ചെന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇലക്ഷൻ തന്ത്രങ്ങളുടെ ഭാഗമായി നടക്കുന്ന ക്രമീകരണങ്ങളാണ് ഇതൊക്കെ. DMKയുടെ ക്രൈസ്തവനായ MP വിൽസനാണ് സമ്മേളനം വിളിച്ചുകൂട്ടിയത്. ആ സമ്മേളനത്തിൽ തമിഴ്നാട്ടിലെ എല്ലാ പ്രമുഖ സഭകളുടെയും ലീഡേഴ്സ് ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് CSI സമൂഹമാണ്. CSI സഭയ്ക്ക് ധാരാളം സഭകളും ധാരാളം വിശ്വാസികളുമുണ്ട്. അതുകൂടാതെ നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഓഫ് ഇന്ത്യ, ഓർത്തഡോക്സ് സഭ, തമിഴ്നാട്ടിലെ ബിഷപ്പ് കോൺഫറൻസ്, ഇതിൻ്റെയൊക്കെ നേതാക്കൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതും കൂടാതെ സീറോ മലബാർ സഭ, കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരുണ്ടായിരുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ്, തമിഴ്നാട്ടിലെ ഏറ്റവും ശക്തമായ പെന്തക്കോസ്ത് സമൂഹമാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ലീഡേഴ്സ് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ജീസസ് കോൾസിൻ്റെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് ന്യൂ ജനറേഷൻ സംവിധാനം വരെയുള്ള എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളുടെയും ലീഡേഴ്സ് ഈ മീറ്റിങ്ങിൽ ഒന്നിച്ചു കൂടുകയും MK സ്റ്റാലിന് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന DMK മുന്നണിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ദീർഘകാലങ്ങളായിട്ട് തമിഴ്നാട്ടിലെ ക്രൈസ്തവ സമൂഹം അവരോടൊപ്പമാണ് നിന്നിരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായിരിക്കും ഈ ക്രൈസ്തവ സമൂഹത്തെ, ക്രൈസ്തവ ബിഷപ്പുമാരെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചത്? അതിന് സാഹചര്യമൊരുക്കുന്ന പല വിഷയങ്ങളുണ്ട്. അത് ഇവരുടെ തുടർന്നുള്ള പ്രസ്താവനകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. 2-3 കാര്യങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. ഒന്നാമത്തെ കാര്യം പറയാം. തമിഴ്നാടിനെ ഒരു കലാപ ഭൂമിയാക്കുവാൻ BJPയുടെ അല്ലെങ്കിൽ സനാതന ശക്തികളുടെ ഒരു ശ്രമം നടക്കുന്നു. അതിനെ കൃത്യമായി തടയുവാൻ സാധിക്കുന്നത് DMKയ്ക്കാണെന്നുള്ള ഒരു ചിന്ത പൊതുവിൽ ക്രൈസ്തവ ലീഡർഷിപ്പിനുണ്ട്. രണ്ടാമത്തെ വിഷയം, ഈ സമീപകാലത്ത് BJP FCRAയുമായി ബന്ധപ്പെട്ട് പുതിയ ബിൽ അവതരിപ്പിച്ചത് ക്രൈസ്തവ സഭകളെ തടയുവാൻ, അവരുടെ വളർച്ചയെ ഇല്ലാതാക്കുവാൻ, അവരുടെ സ്വത്ത് പിടിച്ചടക്കുവാനൊക്കെയാണെന്നുള്ള ഒരു പൊതുബോധം ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ചാരിറ്റി രംഗത്തും ആതുരശുശ്രൂഷ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകൾ തമിഴ്നാട്ടിലുണ്ട്, ക്രൈസ്തവ സംഘടനകളുണ്ട്. ആ സംഘടനകളൊക്കെ ഭീതിയിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ വിശ്വാസികളുടെ ഒരു വലിയ പ്രതിഷേധം സെൻട്രൽ ഗവൺമെന്റിനെതിരെ, BJPക്കെതിരെ ഉണർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനെ ശരിയായി അഡ്രസ്സ് ചെയ്യുവാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്നത് DMK ആണെന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത്, വിജയ് ക്രിസ്ത്യാനി ആണെങ്കിലും അദ്ദേഹം ഒരു
പ്രാക്ടീസിങ് ക്രിസ്ത്യൻ ആണോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. മാത്രവുമല്ല, BJPയോട് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചും ക്രൈസ്തവർക്കിടയിൽ ആശങ്കയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറയുന്നു തൻ്റെ പ്രത്യയശാസ്ത്രപരമായ എതിരാളികളാണ് BJP എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ DMK മുന്നണിക്കോ അല്ലെങ്കിൽ ADMK മുന്നണിക്കോ ഒന്നും അധികാരം കിട്ടാതെ വരികയും ഈ TVക്ക്, അതായത് വിജയുടെ പാർട്ടിക്ക് കുറച്ച് സീറ്റുകൾ ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അവരൊരു നിർണായക ശക്തിയായി മാറിയാൽ ഈ വിജയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആശങ്ക ക്രൈസ്തവ നേതാക്കൾക്കുണ്ട്. കാരണം ADMKയും BJPയും സഖ്യമായി മത്സരിക്കുമ്പോൾ അവർക്ക് TVKയുടെ കൂടെ സപ്പോർട്ട് കിട്ടിയാൽ ഭരണത്തിലെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വിജയുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് സഭകൾക്ക് വലിയ ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ DMKയോട് ചേർന്ന് നിൽക്കുവാനാണ് അവർ തയ്യാറാകുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വിഷയത്തിൽ വിജയുടെ നിലപാട് എന്താണെന്നുള്ളതാണ്. വിജയിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൻ്റെ ക്രിസ്ത്യൻ ഐഡന്റിറ്റിയും സിനിമാ നടൻ എന്നുള്ള ആ സ്റ്റാർഡമും ഉപയോഗിച്ച് അദ്ദേഹം വോട്ട് ശേഖരിക്കുന്നു, അല്ലെങ്കിൽ യുവജനങ്ങളെ ആകർഷിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൻ്റെ ആ സെലിബ്രിറ്റി ഇമേജാണ് താൻ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. അതുവഴിയാണ് വോട്ട് സമാഹരിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകത, ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഒക്കെ ഈ സിനിമാ നടന്മാരുടെ അവരുടെ വ്യക്തിപ്രഭാവത്തിൽ ആകൃഷ്ടരാകുന്ന, അവർക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ, ഈവൻ ആത്മഹത്യ ചെയ്യുവാൻ പോലും തയ്യാറാകുന്ന ഒരു വലിയ ജനക്കൂട്ടമുള്ള മേഖലയാണ് തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾ. അപ്പോൾ അവിടെ സിനിമാ നടന്മാർക്ക് പ്രത്യേകമായൊരു ഫാൻ ബേസ് ഉണ്ട്. അവർക്ക് ധാരാളം യുവജനങ്ങളെ ആകർഷിക്കുവാൻ സാധിക്കും. അതെല്ലാം വോട്ടായി മാറുമോ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുവാൻ പോകുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, തിരുച്ചിറപ്പള്ളി പള്ളിയിൽ പോയി വിജയ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ തൻ്റെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി താനിങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അടുത്തത് ഈ വിജയുടെ ക്രിസ്ത്യൻ ഐഡന്റിറ്റിയിലും അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിലുമൊക്കെ ക്രൈസ്തവർക്ക് പലപ്പോഴും സംശയമുണ്ടാക്കുന്ന ഘടകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് തമിഴ് മക്കളുടെ അച്ഛനാണ് ഹിന്ദു ദൈവമായ മുരുകൻ. അപ്പം അങ്ങനെ പറഞ്ഞ് ഹൈന്ദവരുടെ കയ്യിലെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു ലീഡറായിട്ട് കൂടെ എന്ത് ചെയ്യുകയാണ്, വിജയ് മാറുകയാണ്. അപ്പം വിജയ് എവിടെയാണ് ഈ കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നത്? അതോ ഇതെല്ലാം തൻ്റെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത് വെറും വോട്ട് സമ്പാദിക്കുവാനുള്ള ഒരു മാർഗമായിട്ട് മാത്രമാണോ എന്നുള്ളൊരു വലിയ സംശയം, ആശയക്കുഴപ്പം ക്രൈസ്തവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും അപകടകരമായ വിഷയമെന്ന് പറയുന്നത് വിജയുടെ നിലപാടുകളിൽ ഒരു വ്യക്തതയില്ല. ക്രൈസ്തവർ പല പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ വിജയ് നിശബ്ദനായിരുന്നു. അതായത് മണിപ്പൂരിലെ വിഷയമുണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ വ്യാപകമായ നിലയിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒന്നും വിജയ് ശബ്ദിച്ചിട്ടേയില്ല, ഒന്നും മിണ്ടിയിട്ടില്ല. ഇനി FCRA വിഷയത്തിലാണെങ്കിൽ പോലും വിജയിൽ നിന്ന് കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായില്ല എന്നാണ് ക്രൈസ്തവ നേതാക്കളും DMKയുടെ രാഷ്ട്രീയ നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെയാണെങ്കിലും വിജയ് ധാരാളം യുവജനങ്ങളെ ആകർഷിക്കുന്നുണ്ട്. പരമ്പരാഗതമായി DMK മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന ക്രൈസ്തവ സഭകളിലെ പ്രായമുള്ളവർ ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ക്രൈസ്തവ സമൂഹത്തിലെ യുവജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായി മാറുന്ന ചോദ്യം. ഇത് തന്നെയാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നതും തമിഴ്നാട്ടിലെ എലക്ഷനെ കൃത്യമായി എന്തെങ്കിലും പറയുവാൻ സാധിക്കാത്ത നിലയിൽ ഒരു കയോസിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വിജയ് ശേഖരിക്കുന്ന, അല്ലെങ്കിൽ വിജയ്ക്ക് കൂടെ കൂട്ടുവാൻ സാധിക്കുന്ന ക്രൈസ്തവ യുവജനങ്ങളുടെ പെർസെൻറ്റേജ് എത്രയായിരിക്കും എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ഈ വീഡിയോ പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ, 6.2% എന്ന ക്രൈസ്തവരുടെ പെർസെൻറ്റേജ് കണക്ക് വെച്ച് തമിഴ്നാട്ടിലെ ക്രൈസ്തവർ എങ്ങോട്ട് പോകുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരിക്കലും അത് കൃത്യമായിരിക്കയില്ല. കാരണം അവിടെ 15% മുകളിൽ അല്ലെങ്കിൽ 20%
ക്രൈസ്തവർ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ചിന്തിക്കുമ്പോൾ മാത്രമേ തമിഴ്നാട്ടിൽ എത്രത്തോളം നിർണായകമാണ് ക്രൈസ്തവരുടെ വോട്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് പരമ്പരാഗതമായി നിൽക്കുന്ന DMK-യുടെ കൂടെ നിൽക്കുമോ അതോ വിജയ് കുറെ വോട്ട് കൊണ്ടുപോകുമോ എന്നുള്ളതൊക്കെ 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഏതായാലും വിജയ് നടത്തുന്ന നീക്കം തൻ്റെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ക്രൈസ്തവരുടെ വോട്ട് തമിഴ്നാട്ടിൽ നിർണായകമാണെന്ന് വിജയ് മനസ്സിലാക്കിയിരിക്കുന്നു.